സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമുക്കൊരു എന്താ പറയുക, ഒരു ഇലസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു 2D ഇലസ്ട്രേഷൻ 3D ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് എനിക്ക് ഞാൻ വർക്കായിട്ട് തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിവിടെ ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ഇതൊരു ഒരു ഡിജിറ്റൽ ലേ ഔട്ട് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയണത് അതൊരു ഫുഡ് തീമായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ഒരു തീമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് വേണം എന്ന് പറഞ്ഞു. സോ അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ആപ്പ് രീതിയിലാക്കുകയാണെങ്കിൽ ആ ആപ്പിലൊരു ഒരു സീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് 2Dനെ 3D ആയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ മിഡ് ജേണി എന്ന് പറഞ്ഞിട്ടൊരു AI ഇതുണ്ട്, ഇമേജൊക്കെ തരുന്നത്. അപ്പോൾ അതിൽ പോയി പ്രോംപ്റ്റ് ചെയ്തിട്ട് ചില ഇമേജസ് ഞാൻ ഒരുവിധം ഇമേജസ് നമുക്ക് ഇന്ന രീതിയിൽ വേണമെന്നുള്ളത് ഞാൻ അതിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു സീൻ ഇപ്പോൾ കണ്ടത് അത് ഉള്ളിലുള്ളൊരു സീനാണ്, കിച്ചണിൻ്റെ ഉള്ളിലുള്ള സീനാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ഒരു കിച്ചണിൻ്റെ ഉള്ളിൽ ഷെഫ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് പ്രോ ക്രിയേറ്റിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 1 by 1 ഓരോ ഡിഷസ് ഞാൻ ചില ഇമേജസൊക്കെ ഞാൻ റെഫറൻസ് എടുത്തിട്ടാണ്, ഞാൻ പല ഇമേജസും എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇമേജിലേക്ക് വരണത്. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ദിസ് ആക്ച്വലി ടുക്ക് ലൈക്ക് 1 or 2 weeks. അങ്ങനെ ആ രീതിയാണ് ഈ ഒരു പ്രൊജക്റ്റ്, അങ്ങനെയായിരുന്നു. അപ്പോൾ അവർക്കത് ആ ക്ലയൻറ്റിന് അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആവണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫ്യൂച്ചറിസ്റ്റിക്, ബട്ട് അകത്തൊക്കെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലെ ഇന്ത്യൻ രീതി. അപ്പോൾ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ പലതും ഞാൻ ചെക്ക് ചെയ്തു, പല ഇമേജസ് റെഫറൻസ് എടുക്കുക, ചിലപ്പോൾ ചില ഇമേജസും നമുക്ക് കിട്ടുന്നില്ല. സോ യു ഹാവ് ടു റെഫർ ടു, മേ ബി യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് VI മിഡ് ജേണി, അങ്ങനെ പല ഇമേജസ് ഞാൻ എടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു മിക്സഡ് ഫ്യൂഷൻ പോലെയാണ് കാണുന്നത്, ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ രീതിയിലാണിത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം, വിൻഡോയിൽ കൂടെ കാണാം. ആ ഇമേജ് ഞാൻ അവർ പറയണ അനുസരിച്ച് ഞാൻ മാറ്റി. സോ 2-3 സീൻസ് ഇതിലുണ്ട്. ഒന്ന് ഷെഫ് വന്ന് വർക്ക് ചെയ്യണതും. അപ്പം ഞാൻ എൻ്റെ മോഡലായിട്ട് ഞാൻ എടുത്തത് എൻ്റെ അച്ഛനെയാണ്. അച്ഛനോട് ഞാനിങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അപ്പം ആ ഒരു ഇമേജ് എടുത്തിട്ട് അതിനെ ഞാൻ റെഫറൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണത്. സോ ദിസ് വാസ് ആക്ച്വലി എ ഫൺ പ്രോജക്റ്റ് ആക്ച്വലി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് അതിലിപ്പോൾ ഗണപതിയും വെച്ചു, അതിലൊരു ചെറിയ ചെയ്ത ഒരു വിളക്കും വെച്ചു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ആക്ച്വലി ഇതൊരു റാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്, ബട്ട് ഇറ്റ് വാസ് റിയലി അമേസിങ്. So I hope you liked this video. Until next time, thank you for joining me into this kutti video.